Hi students, welcome to online classes. So നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന ചാപ്റ്റർ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മക്കളെ നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ +1 +2 നമ്മൾ സെക്ഷൻ ഫുൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഏറ്റവും കണ്ടന്റ് കുറഞ്ഞ ചാപ്റ്ററാണ്, ഏറ്റവും സ്മോളസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന ചാപ്റ്റർ. ഈസിയാണ്, വെരി സിമ്പിളായിട്ട് നമുക്ക് പഠിച്ച് മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട് കേട്ടോ. സ്മോളസ്റ്റ് ചാപ്റ്റർ ഉണ്ടായാലും അതിന് അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി നീ പഠിച്ചു പോയിക്കോ. ഓക്കെ, സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, സോ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻട്രോഡക്ഷൻ സെക്ഷൻ ഞാൻ തരാനുണ്ട്. നല്ല അടിപൊളി കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അല്ലേ, അത് നമ്മൾ എന്തൊക്കെ ബന്ധങ്ങളുണ്ട് അല്ലേ, അത് വെച്ചാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അതിലൊരു ചെറിയൊരു ഹിസ്റ്ററിക്കൽ ലെവലിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മക്കൾ ചോദിച്ചോ, ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഒരു ബന്ധം, റിലേഷൻ ആദ്യമായി കണ്ടുപിടിച്ചത് ആരെങ്കിലും അറിയോ? ആദ്യമായി കണ്ടുപിടിച്ചത് മക്കളെ ശ്രദ്ധിക്കുക, ക്രിസ്ത്യൻ ഓയിസ്റ്റേർഡ് എന്ന് പറഞ്ഞ സയൻസിസ്റ്റാണ്. ഓയിസ്റ്റേർഡ് കേട്ടിട്ടുണ്ടാവും, ഓയിസ്റ്റേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എവിടെ കേൾക്കാറിയാം നിങ്ങൾ? EMI എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് കേൾക്കാം, ക്രിസ്ത്യൻ ഓയിസ്റ്റേർഡ്. ഓക്കെ മക്കളെ, അദ്ദേഹമാണ് ആദ്യമായിട്ട് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട് കണ്ടുപിടിക്കുന്നത്. അതായത് കറണ്ട് എന്ത് ചെയ്യുന്നത്, ഒരു വയറിലൂടെ പാസ് ചെയ്യുന്നത് കാരണം എന്ത് ചെയ്യുന്നത്, അതിന് ചുറ്റും എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ച ആരാണ്? ഓയിസ്റ്റേർഡ് എന്ന് പറഞ്ഞ സയൻസിസ്റ്റാണ്. സോ ആദ്യമായിട്ട് നിന്ന് ആ ഒരു റിലേഷൻ, ആ കറണ്ട് അതുപോലെ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കുന്ന ആരാണ്? ഓയിസ്റ്റേർഡ് എന്ന സയൻസിസ്റ്റാണ്. സോ അദ്ദേഹം എന്താ കണ്ടുപിടിച്ച് നോക്കുക, അദ്ദേഹം എന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഇലക്ട്രിക് കറണ്ട് നിന്ന് മക്കളെ അദ്ദേഹം എന്തുണ്ടാക്കി? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി. റെഡി? അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹം കണ്ടുപിടിച്ചു. അത് സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ സിമ്പിൾ എക്സ്പെരിമെന്റ് സ്റ്റാർട്ടിങ് തന്നെ ഇൻട്രോഡക്ഷൻ തന്നെ ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, സോ ഇലക്ട്രിക് കറണ്ട് എന്തെന്ന് മാഗ്നറ്റിക് ഫീൽഡ്. മക്കളെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് B ആണ്. സോ അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത് ഇത് ഇലക്ട്രിക് കറണ്ട് നിന്ന് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലായി. റെഡി? അതിനുശേഷം മക്കൾ ശ്രദ്ധിക്കുക, ഒരുപാട് സയൻസുമാരിൽ നിന്ന് പല എക്സ്പെരിമെന്റും ചെയ്തു, പല രീതിയിലും പല കാര്യങ്ങളും ചെയ്തു നോക്കി. അങ്ങനെ മക്കൾ ശ്രദ്ധിക്കുക, അങ്ങനെയാണ് നമ്മൾ ആര് വരുന്നത് അറിയോ? നമ്മുടെ നായകൻ വരുന്നത് ഫാരഡേ, മൈക്കൽ ഫാരഡേ. എല്ലാവർക്കും അറിയാം അല്ലേ, മൈക്കൽ ഫാരഡേനെ പറ്റി എല്ലാവർക്കും അറിയാം, പറയേണ്ട ആവശ്യമില്ല. മൈക്കൽ ഫാരഡേ ആണ് മക്കൾ ശ്രദ്ധിക്കുക എന്ത് കണ്ടുപിടിച്ചറിയോ മക്കളെ? എന്ത് കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച ആരാണ്? മൈക്കൽ ഫാരഡേ ആണ്. നിങ്ങൾക്ക് അറിയാം, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന കാരണം എന്തെങ്കിലും അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു അല്ലേ. ആ കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട്, ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. റെഡി മക്കളെ? അങ്ങനെ ശ്രദ്ധിക്കുക, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് എന്താണ് ഇലക്ട്രിക് ഫീൽഡിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് മൈക്കൽ ഫാരഡേ കണ്ടുപിടിച്ചു. അതിനുശേഷം മക്കൾ ശ്രദ്ധിക്കുക, നേരെ തിരിച്ച് പറ്റുമോ എന്നെന്തെന്ന് പല സയൻസിസ്റ്റുമാരും നോക്കി. അതായത് നേരെ തിരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പല സയൻസിസ്റ്റുമാരും നിന്ന് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിട്ടോ. പല ആളുകളും വന്ന് പല രീതിയിലും നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് കടന്നുപോയി. അങ്ങനെ മക്കൾ ശ്രദ്ധിക്കുക, സയൻസിസ്റ്റുമാർ വന്ന് ലാസ്റ്റ് മക്കൾ ശ്രദ്ധിക്കുക ആര് വന്നറിയോ? നമ്മുടെ മാക്സ്വെൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് വന്നു. മക്കളെ, ഇദ്ദേഹമാണ് ഈ ഒരു ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന ചാപ്റ്ററിലെ നായകൻ. ഓക്കെ, അദ്ദേഹം എന്താ കണ്ടുപിടിച്ചെന്ന് വെച്ചാല് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നേരെ തിരിച്ചെന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റുന്ന അദ്ദേഹം കണ്ടുപിടിച്ചു. റെഡി? ക്ലിയർ? സോ ഹിയർ നോക്കണേ, മാക്സ്വെൽ ആണ് മക്കൾ ശ്രദ്ധിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് നേരെ തിരിച്ച് നിന്ന് ഇലക്ട്രിക് ഫീൽഡിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഓക്കെ, അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുക, അദ്ദേഹമാണ് എന്ത് പ്രഡിക്റ്റ് ചെയ്യുന്ന അറിയോ? അദ്ദേഹമാണ് അവസാനം എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റഡി അദ്ദേഹം നടത്തുന്നുണ്ട്. പേടിക്കേണ്ട, അതൊക്കെ നമുക്ക് പഠിക്കാണ്ട് മക്കൾ. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റഡി നടത്തിയിട്ട് അദ്ദേഹമാണ് ആദ്യമായിട്ട് മക്കൾ ശ്രദ്ധിക്കുക എന്ത് പ്രഡിക്റ്റ് ചെയ്യുന്ന അറിയോ? എന്ത് പ്രഡിക്റ്റ് ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അഥവാ EM വേവ്സ് എന്ന് പറയാം അല്ലേ, ഷോർട്ടാക്കി EM വേവ്സ് എന്ന് പറയാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അഥവാ EM വേവ്സ് ആദ്യമായി പ്രവചിക്കുന്നത് ആരാണ്? മാക്സ്വെൽ എന്ന് പറഞ്ഞ സയൻസിസ്റ്റാണ് പ്രവചിക്കുന്നത്. റെഡി? ക്ലിയർ? യെസ്.
മക്കളെ അങ്ങനെ മാക്സ്വെൽ എന്ത് ചെയ്യുന്ന പ്രവചിച്ച ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ആ ഒരു വേവ് മക്കളെ ശ്രദ്ധിക്കുക എക്സ്പെരിമെന്റലി ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് മക്കളെ ശ്രദ്ധിക്കുക ആരറിയോ ഹേർട്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഹേർട്സ്, ഹെൻറിച്ച് ഹേർട്സ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഓക്കെ, അദ്ദേഹമാണ് എന്ത് ചെയ്യുന്ന അദ്ദേഹമാണ് മക്കൾ ശ്രദ്ധിക്കുക എന്ത് ചെയ്യുന്ന ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ എക്സ്പെരിമെന്റലി എന്ത് ചെയ്യുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അത് നല്ല രസകരമായ ചരിത്രം കേട്ടോ. അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. റെഡി? സോ ഹിയർ മക്കൾ ശ്രദ്ധിക്കുക അദ്ദേഹം എന്താണ് എക്സ്പെരിമെന്റലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എപ്പോഴും അറിയോ? എന്ത് ഹിയർ 1887 അദ്ദേഹം ചെയ്യുന്നത് എക്സ്പെരിമെന്റിൽ എന്ത് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു എന്ത് ചെയ്യുന്ന എക്സ്പെരിമെന്റിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന ഒരു കോൺസെപ്റ്റ് അദ്ദേഹം കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പഠിക്കും ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ, ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് അതും പഠിക്കും. റെഡി? ക്ലിയർ? സോ നല്ല രസകരമായിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്ന ഓരോ ഹിസ്റ്ററി ലെവലിൽ ഓരോ കാര്യങ്ങൾ വന്നൊന്നും ശ്രദ്ധിക്കുക. നമ്മൾ മാക്സ് എത്തി അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡിക്റ്റ് ചെയ്തു. ഞാൻ എന്ത് ചെയ്യുന്ന പ്രൊഡിക്റ്റ് ചെയ്ത കാര്യം പ്രൊഡിക്റ്റ് ചെയ്ത ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നിന്ന് എക്സ്പെരിമെന്റലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ആരാണ്? ഹേർട്സ് ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. സോ മക്കൾ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ഡെമോൺസ്ട്രേറ്റ് വെച്ചു അല്ലേ. ഇനി മക്കൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ ആ ഒരു ഹെഡിങ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ ഹെഡിങ് ആയിട്ടൊരു ചാപ്റ്റർ തന്നെ പഠിക്കണമെങ്കിൽ ഒന്നാലോചിച്ചു മക്കളെ, അതെന്ത് ചെയ്യുന്ന അത്രയ്ക്കും എന്ത് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമായിരിക്കും അല്ലേ. നമുക്ക് എപ്പോഴും ഒരു വസ്തു എപ്പോഴും ഇമ്പോർട്ടൻ്റ് എപ്പോഴാവുക നമ്മൾ എന്ത് ചെയ്യുന്നത് അതെന്ത് ചെയ്യുന്നത് മാക്സിമം ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുമ്പോൾ. ശരിയല്ലേ? നമുക്ക് മാക്സിമം യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവും. ഫോർ എക്സാമ്പിൾ നമുക്ക് കമ്പ്യൂട്ടർ നമ്മളറിയാലേ ഈ ഒരു എന്ത് ചെയ്യുന്ന കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ ഭയങ്കര എന്ത് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മളെ ഇംപ്രൂവ്സ് ചെയ്യുന്നുണ്ടല്ലേ. കാരണം എന്താണ്? അതിൻ്റെ ഉപകാരമാണ് അല്ലേ. അതേപോലെ മക്കൾ ശ്രദ്ധിക്കുക ഈ എക്സ്പെരിമെന്റിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ മക്കൾ ശ്രദ്ധിക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ മക്കൾ ശ്രദ്ധിക്കുക ആദ്യമായി ആപ്ലിക്കേഷൻ ലെവലിൽ യൂസ് ചെയ്യുന്ന ആരറിയോ? നമ്മുടെ മാർക്കോണി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. മാർക്കോണി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരില്ല. എന്താ ഓർമ്മ വരാ? റേഡിയോ ഓർമ്മ വരില്ലേ? റേഡിയോ, യെസ് ശരിയാണ്. റേഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അതായത് ഹേർട്സ് എന്നാണ് എക്സ്പെരിമെന്റിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആദ്യമായി മക്കൾ ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ ലെവലിൽ യൂസ് ചെയ്യുന്ന ആരറിയോ? മാർക്കോണി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ആൻഡ് ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ. മക്കളെ അങ്ങനെയാണ് മക്കളെ ശ്രദ്ധിക്കുക ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. ആ ടേണിംഗ് പോയിന്റ് പ്രത്യേകം വെച്ചാൽ ഇപ്പോഴും മക്കൾ എന്ത് ചെയ്യുന്ന പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക ഓരോ എന്ത് ചെയ്യുന്ന ഡിവൈസസിലെ ലൈക്ക് നിങ്ങൾ എന്താ നോക്കുക ഇപ്പം മൊബൈൽ ഫോൺ ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഓരോ ദിവസം തന്നെ നിന്ന് നമുക്ക് പുതിയ നിന്ന് അപ്ഡേഷനുള്ള പുതിയ ലെവലിലുള്ള നിന്ന് പ്രോഗ്രാമിംഗ് ഉള്ള നിന്ന് മൊബൈൽ ഫോൺ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ ശരിയല്ലേ? സോ അഥവാ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ആ ഒരു വലിയ സാമ്രാജ്യത്തിലേക്കുള്ള എന്ത് ചെയ്യുന്ന ഒരു ടേണിംഗ് പോയിന്റ് കൊടുക്കുന്ന ആരോ മാർക്കോണി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക് ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ആ ഒരു സംഗതി വെച്ച് എന്ത് ചെയ്യുന്ന ആ ഒരു ടേണിംഗ് പോയിന്റ് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ഇത്രയും സുഖസുന്ദരമായി നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഓഫ് കോഴ്സ് എന്താ ഡിസഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണും അല്ലെങ്കിൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ അതിലുപരി എത്രയോ എന്തെങ്കിലും അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. നമ്മൾ അത്രയും അഡ്വാൻസ് ആയത് നമ്മളെ ജീവിത ശൈലി തന്നെ അത്രയും അഡ്വാൻസ് ആയത് എന്ത് ചെയ്യുന്നത് എന്ത് കാരണമാണ്? ഈ ഒരു കണ്ടുപിടുത്തം കാരണമാണ്. റെഡി? ക്ലിയർ? ഫൈൻ. സോ ഇത്രയാണ് മക്കൾ ശ്രദ്ധിക്കുക എനിക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുമായി ബന്ധപ്പെട്ടൊരു ഒരു ഇൻട്രോഡക്ഷൻ പോലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. റെഡി? നമുക്ക് നമുക്ക് മാക്സ്വെൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മാക്സ്വെൽ എന്ത് ചെയ്യുന്ന ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രെഡിക്റ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. സോ ഈ മാക്സ്വെൽ എന്ത് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്തത്, സോ അതിൻ്റെ എന്ത് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാറുണ്ട്. ഫൈൻ? ക്ലിയർ? യെസ്. സോ മക്കൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന ചാപ്റ്ററിലേക്ക് കിടക്കാൻ പോവുകയാണ്. അതിൻ്റെ മെയിൻ ഭാഗത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. മക്കളെ ഈ ഒരു ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഹെഡിങ്ങിലാണ് ഒരു 50% ക്വസ്റ്റ്യൻസ് വരാറ്. ഓക്കെ, സോ ദാറ്റ് ഹെഡിങ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. അഥവാ ID എന്ന് കൊടുക്കും.
ID എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. റെഡി? ക്ലിയർ? സോ സഹിഹാ നോക്കിക്കേ, ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നത് ഞാൻ കറക്റ്റ് 1 by 1 സെക്ഷനായി പറഞ്ഞത്. മക്കൾ നോക്കിക്കേ, ഇവിടെ ഇദ്ദേഹം ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നതൊക്കെ മക്കളെ മാത്സ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഞാൻ കറക്റ്റ് നിന്ന് ആ ഇതിലേക്ക് വരാൻ പോവാണ്. ഇലക്ട്രോമാഗ്നറ്റിക്സ് എങ്ങനെ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ കോൺസെപ്റ്റിലേക്ക് വരാൻ പോവാണ്. ഓക്കെ, സോ ഹിയർ നോക്കിയേ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് നിന്ന് പഠിക്കാൻ വേണ്ടി അദ്ദേഹം എന്താ ചെയ്യാൻ വെച്ചാൽ മക്കളെ അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, അദ്ദേഹം എന്താ ചെയ്യാൻ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്റർ എടുത്തു, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്തു. ഓക്കെ, അതായത് പ്ലേറ്റ് എന്താ പേര് ഞാൻ കൊടുത്തു, PQ എന്ന് പറഞ്ഞ ഒരു എന്തെയ്യുന്ന പ്ലേറ്റ്സ്, 2 പാരലൽ പ്ലേറ്റ്സ് ഉണ്ട്. ആ പാരലൽ പ്ലേറ്റ്സ് ഉള്ള കപ്പാസിറ്റർ എടുത്ത് അദ്ദേഹം എന്തെയ്യുന്ന കറക്റ്റ് എന്തെയ്യുന്ന ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ എന്തെയ്യുന്ന ഒരു സ്വിച്ച് ഇങ്ങനെ കൊടുത്തു. ഫൈൻ, ക്ലിയർ? മക്കളെ ഞാൻ പറഞ്ഞു നിങ്ങളോട് മാക്സ്വെൽ എന്തെയ്യുന്ന ശരിക്കും പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള എന്തെയ്യുന്ന റിലേഷൻസ് കറക്റ്റ് പഠിക്കുന്നുണ്ട്. പല സയൻസിസ്റ്റുമാരും പഠിപ്പിച്ച് വെച്ച് അല്ലെങ്കിൽ പല സയൻസിസ്റ്റുമാർ എഴുതി വെച്ച പല കാര്യങ്ങളും അദ്ദേഹം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണ് അദ്ദേഹം ഓരോ കാര്യം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഹിയർ നോക്കിയേ, അദ്ദേഹം എന്താ ചെയ്യാൻ വെച്ചാൽ നോക്കിയേ, അദ്ദേഹം ചെയ്യുന്ന ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നോർമൽ ലെവൽ അദ്ദേഹം ചെയ്യുന്ന സ്വിച്ച് എന്തെയ്യുന്നു ഓൺ ചെയ്തു. ഓഫ് കോഴ്സ് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ വോൾട്ടേജ് സോഴ്സ് കാരണം എന്ത് ചെയ്യുന്ന ഒരു കണ്ടക്ടിങ് കറണ്ട് അല്ലേ, C.C എന്ന് പറഞ്ഞാൽ കണ്ടക്ടിങ് കറണ്ട്, വയറിലൂടെ കണ്ടക്ട് ചെയ്യുന്ന കറണ്ട്, അതാ കണ്ടക്ടിങ് കറണ്ട് എന്ന്. കണ്ടക്ടിങ് കറണ്ട് മക്കൾ ശ്രദ്ധിക്കുന്നത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കണ്ടക്ടിങ് കറണ്ട് എന്താ വെച്ചാൽ കപ്പാസിറ്ററിലൂടെ എന്തെങ്കിലും പാസ് ചെയ്യാം. ശരിയല്ലേ മക്കളെ? അങ്ങനെ നോക്കടാ, കപ്പാസിറ്ററിൽ മക്കൾ പാസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, കപ്പാസിറ്റർ എന്താ ചെയ്യുക വെച്ചാൽ അതെന്ത് ചെയ്യുന്നത് ചാർജ് സ്റ്റോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ശരിയല്ലേ? സോ ഹിയർ എന്താ സംഭവിക്കുക വെച്ചാൽ മക്കൾ ശ്രദ്ധിക്കുക, വെൻ ദി സ്വിച്ച് ഓൺ എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്ക് വെൻ സ്വിച്ച് എന്താണ്, switch is on, so what will happen here, ഇവിടെ എന്താ സംഭവിക്കുന്നത്, the conducting current സംഭവിക്കുന്ന ചില മക്കളെ ശ്രദ്ധിക്കുക will passes through the എന്താണ് കപ്പാസിറ്റർ. ശരിയല്ലേ? അല്ലെങ്കിൽ കണ്ടക്ടിങ് കറണ്ട് എന്താണ് ഫ്ലോ ത്രൂ ദി എന്താണ് കണക്ടിങ് വയർ. ഈ ഒരു കണക്ടിങ് വയറോട് നിന്ന് കണ്ടക്ടിങ് കറണ്ട് നിന്ന് പാസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ when the switch is on എന്താ സംഭവിക്കുക ചില മക്കളെ the conducting current എന്ത് ചെയ്യുന്ന conducting current passes through the what passes through the connecting wire. ആ കണക്ടിങ് വയറോട് നിന്ന് പാസ് ചെയ്യുകയും ആൻഡ് എന്താണ് കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ടു ചാർജ് അല്ലേ? ശരിയല്ലേ? കപ്പാസിറ്റർ എന്ത് ചെയ്യുന്ന ചാർജ് ആവാൻ എന്ത് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ടു എന്താണ് സ്റ്റോർ ചാർജ്, അങ്ങനെ പറയാം അല്ലേ? കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് സ്റ്റോറിങ് ദി ചാർജ്. വെരി ഈസി കോൺസെപ്റ്റ് കേട്ടോ. അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങൾ ഓരോ 1 by 1 ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ നോക്കിയാൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ നിന്ന് ഈ ബാറ്ററി ത്രൂ നിന്ന് ഈ കണ്ടക്ടിങ് കറണ്ട് നിന്ന് കണക്ടിങ് വയറോടെ പാസ് ചെയ്യുകയും അത് കാരണം നിന്ന് കപ്പാസിറ്റർ നിന്ന് ചാർജ് സ്റ്റോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നു. ഓക്കെ മക്കളെ, അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുക, സ്വിച്ചിൽ നിന്ന് കണ്ടിന്യൂസ് ആയി നിന്ന് അവിടെ നിന്ന് വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, സ്വിച്ച് കണ്ടിന്യൂസ് ആയി നിന്ന് വെക്കുന്ന സമയത്ത് മക്കളെ ശ്രദ്ധിക്കുക ഹിയർ എന്താ സംഭവിക്കുക വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യുന്ന കപ്പാസിറ്റർ എന്ത് ചെയ്യുന്ന അതിൻ്റെ ചാർജ് എന്ത് ചെയ്യുന്നു ഗ്രോ ചെയ്യും അല്ലേ, അതിൻ്റെ ചാർജ് കൂടി വരും അല്ലേ മക്കൾ. അതിൻ്റെ ചാർജ് കൂടി വരുന്ന സമയത്ത് ഈ കണ്ടക്ടിങ് കറണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ മക്കളെന്ത് ചെയ്യുന്ന അതെന്ത് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യാം. റെഡി? സോ ഹിയർ സിമ്പിൾ അല്ല കോൺസെപ്റ്റ്, അതായത് ഒന്നുമില്ല, ഇതിലൂടെ നിന്ന് കറണ്ട് ഞാൻ പാസ് ചെയ്യുന്ന പോകുന്നതോറും എന്താ വെച്ചാൽ ഈ കപ്പാസിറ്റർ ചാർജ് നിന്ന് അതിങ്ങനെ നിന്ന് കൂടി വരും, സ്റ്റോർ ചെയ്യുന്ന കൂടി വരും അല്ലേ. അങ്ങനെ കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്യുന്ന കൂടി വരുമ്പോൾ നിന്ന് ഈ കണ്ടക്ടിങ് കറണ്ട് മീൻസ് കണ്ടക്ടിങ് കറണ്ട് നിന്ന് പതുക്കെ ഡിക്രീസ് ആവാ ചെയ്യാം. റെഡി? സോ ഹിയർ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ആസ് ദി ചാർജ് ഓൺ കപ്പാസിറ്റർ ഗ്രോസ് yeah. So what will happen here? എന്താ സംഭവിക്കുക ഇവിടെ? അങ്ങനെ ഗ്രോ ചെയ്യുന്ന സമയത്ത് the conducting wire അല്ലെങ്കിൽ the conducting current കുഴപ്പമില്ല, the conducting current മക്കളെ ശ്രദ്ധിക്കുക in the wire decreases. ആ പതുക്കെ നിന്ന് കുറയാൻ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത്. കണ്ടക്ടിങ് കറണ്ട് നിന്ന് ഈ വയറിലുണ്ടാവുന്ന കണ്ടക്ടിങ് കറണ്ട് നിന്ന് അത് കുറഞ്ഞു വരിക ചെയ്യാം. റെഡി മക്കളെ? അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുക, അങ്ങനെ കുറഞ്ഞു വന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്ന അതിന്റെ ചാർജ് എന്ത് ചെയ്യുന്നു ഫുൾ ആയെന്ന് വെച്ചോ. കപ്പാസിറ്ററിലെ ചാർജ് എന്ത് ചെയ്യുന്നത് ഫുൾ ആയത്. ആ ചാർജ് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക അല്ലേ, അങ്ങനെ പോയി ഇവിടെ സ്റ്റോറിംഗ് നിന്ന് ഫുൾ ആയെന്ന് വെച്ചോ. സോ വാട്ട് വിൽ ഹാപ്പൻ, അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുക, അവിടെ നിന്ന് ചാർജ് നിന്ന് ഫുൾ ആവുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ ദാറ്റ് ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ മക്കളെ
ഓൺ ദാറ്റ് കേസ് എന്ത് ചെയ്യുന്നു, ഇവിടെ കണ്ടക്റ്റിംഗ് കറണ്ട് എന്ത് ചെയ്യുന്നത് അത് സ്റ്റോപ്പ് ആവുക ചെയ്യാം. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നത് ഫുള്ളായി, ഇവിടെ ഫുള്ളായി എന്താ സംഭവിക്കുക, കണ്ടക്റ്റിംഗ് കറണ്ട് നിന്ന് സ്റ്റോപ്പ് ആവാണ് ചെയ്യുക. റെഡി? സോ ഹിയർ when the capacitor is fully charged, when the capacitor is fully charged, full ആയിട്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, here the conducting current flowing in the wire gets stopped. Conducting wire എന്ത് ചെയ്യുന്ന stops flowing in the current, stops flowing through the wire. Ready? സംഗതി ഓക്കെ അല്ലേ? സിമ്പിൾ കോൺസെപ്റ്റ്, വലിയ പ്രായമാണെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റും. സോ ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഡ്യൂറിങ് ചാർജിങ് നടക്കുന്ന സമയത്ത് there is no conducting current between the plates. ആ പ്ലേറ്റിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നത് ഒരു കണ്ടക്റ്റിംഗ് കറണ്ട് ഇല്ല കേട്ടോ. അത് നോട്ട് വെച്ചോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് നമ്മൾ എന്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഡ്യൂറിങ് ചാർജിങ് ഓൺ ദി എന്താണ് കപ്പാസിറ്റർ, ഡ്യൂറിങ് ചാർജിങ് ഓഫ് കപ്പാസിറ്റർ ഇവിടെ എന്ത് ചെയ്യുന്നത് there is no conducting current between the plate of capacitor. Ready? So here during charging what അറിയില്ലേ, charging the capacitor, during charging the capacitor, during charging എന്ന് പറയാം, during charging അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ there is no conducting current. See dot C. There is no conducting current between the plates. പ്ലേറ്റിൻ്റെ ഇടയിൽ മക്കൾ എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിൽ മക്കൾ ശ്രദ്ധിക്കുക എന്ത് ചെയ്യുന്ന കണ്ടക്റ്റിംഗ് കറണ്ട് ഒരിക്കലും ഉണ്ടാവൂല. ഇതൊക്കെ മക്കൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ എന്താ വെച്ചാൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന ഈ സ്മോൾ എക്സ്പെരിമെന്റ് ചെയ്ത് നിന്ന് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം എഴുതി വെച്ചു. അതായത് ഞാൻ അത് എഴുതി വെച്ചെന്നുള്ളൂ. ഫൈൻ, ക്ലിയർ? യെസ്. ഇനി മക്കൾ ശ്രദ്ധിക്കുക, നോക്കുക, അദ്ദേഹം ഇത് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കണ്ട് മീൻസ് മനസ്സിലാക്കി നോർമൽ വല്ല കാര്യങ്ങളല്ലേ. ഇത് നിങ്ങളിങ്ങനെ അയച്ചാൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയണം, ഇത് നിങ്ങൾ വയറായി ആലോചിക്കുക, നിങ്ങളെ വയറ് സ്റ്റൊമക്കായിട്ട് ആലോചിക്കുക, അപ്പോൾ കാര്യങ്ങൾ കുറച്ച് ഈസി ആവും. ഓക്കെ, ഇത് ഈ കണ്ടക്റ്റിംഗ് കറണ്ട് എന്ത് ചെയ്യുന്നത് ഫുഡായിട്ട് ആലോചിക്കുക. അപ്പോൾ നോക്കിയേ, ഈ വയറ് കാര്യമാണെന്ന് വെച്ചോ, എന്താ സംഭവിക്കുക, സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത്, അതായത് ഫുഡ് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് കഴിക്കൂലേ അല്ലേ മക്കള്. നമ്മളെന്ത് ചെയ്യുന്നത് സ്റ്റോറിങ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നത് കുറച്ച് കുഴപ്പമില്ലാന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത് കഴിക്കുന്നത് കുറയും. അതാണ്ടോ സെക്കൻഡ് പോയിന്റ്. നോക്ക്, ഇവിടെ നമുക്ക് വെച്ചാൽ വെന്തി ചാർജ് ഓൺ ദി കപ്പാസിറ്റി നിന്ന് ഗ്രോസ്, ഞാൻ പറഞ്ഞേ സ്റ്റൊമക്കിൽ നിന്ന് ഉള്ള ഫുഡിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ല നോർമൽ ലെവൽ ആവുന്ന സമയത്ത് നിന്ന് നമ്മളെ ഫുഡിൻ്റെ നിന്ന് ആ സ്പീഡ്, നമ്മൾ കഴിക്കുന്ന സ്പീഡ് കുറയും, അതായത് കണ്ടക്റ്റിംഗ് കറണ്ട് കുറയും. ഞാൻ ഒരു ഉദാഹരണം പറയാം കേട്ടോ. ദെൻ ലാസ്റ്റ് മക്കൾ ശ്രദ്ധിക്കുക, നമ്മളെ വയറ് ഫുള്ളായി, അതായത് ചാർജ് നിന്ന് ഇവിടെ കംപ്ലീറ്റ് ആയെന്ന് വെച്ചോ, പിന്നെ എന്ത് ചെയ്യുന്നത് നമ്മൾ ഫുഡ് കഴിക്കുമോ ഇല്ല. സോ ഇവിടെ ചാർജ് ഫുൾ ആവുന്ന സമയത്ത് നിന്ന് കണ്ടക്റ്റിംഗ് കറണ്ട് നിന്ന് ഫ്ലോ ചെയ്യുന്നത് സ്റ്റോപ്പ് ആവും. സിമ്പിൾ കോൺസെപ്റ്റ്. റെഡി? ഫൈൻ. ഞാൻ ഒരു ഉദാഹരണം പറയണം. ഇനിയിപ്പോൾ ഫുഡ് വെച്ചിരുന്നെങ്കിൽ സാറ് പറഞ്ഞു ഫുഡ്, അപ്പോൾ കറണ്ട് കണ്ടെങ്കിൽ എഴുതി പോകാൻ പറ്റില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, എക്സാമ്പിൾ പറയാനും പേടിയാണ്. ഞാൻ പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ടൊരു എക്സാമ്പിൾ ഞാൻ കുട്ടിക്ക് പറഞ്ഞിട്ട് ആ കുട്ടികൾ എന്താ വെച്ചാൽ ആ എക്സാമ്പിൾ നേരെ എന്ത് ചെയ്യുന്നത് എക്സാം എഴുതിക്കാൻ. ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഓരോ ട്രിക്സ് പറഞ്ഞാൽ ചെയ്യുന്നത്, അപ്പോൾ മൈൻഡിൽ ഉണ്ടായിക്കോളൂ. ഓക്കെ, ഇനി മക്കൾ ശ്രദ്ധിക്കുക, അദ്ദേഹം എന്താ ചെയ്യുക വെച്ചാൽ മാക്സിമം എന്താ ചെയ്യുക വെച്ചാൽ ഇനിയാണ് മക്കളെ കളി. നോക്കിക്കോ, ഈ മാക്സിമം എന്താ ചെയ്യുക വെച്ചാൽ അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഓരോ പോയിന്റ് ബൈ പോയിന്റ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം എന്ത് ചെയ്യുന്നത് ക്ലോസ്ഡ് എന്ത് ചെയ്യുന്നത് പാത്ത് എടുത്തു. അങ്ങനെ ക്ലോസ്ഡ് പാത്ത് എടുത്ത് എന്ത് ചെയ്യുന്നത് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അദ്ദേഹം ചെക്ക് ചെയ്തു. ഓക്കെ, ഓരോ ക്ലോസ് പാത ഇവിടെ ആദ്യം ചെക്ക് ചെയ്തു, ഇവിടെ ചെക്ക് ചെയ്തു, ഇവിടെ ചെക്ക് ചെയ്തു. അങ്ങനെ മക്കൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി അക്കോർഡിംഗ് ടു ആംബിയർ സർക്യൂട്ടിലോ ഇതിലൂടെ നിന്ന് പാസ് ചെയ്യുന്ന കറണ്ട് കാരണം നിന്ന് അവിടെ അതിന് ചുറ്റും നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഏത് സയൻസുമാർ പറഞ്ഞ പ്രകാരം അക്കോർഡിംഗ് ടു ആംബിയർ സർക്യൂട്ട് ലോ പ്രകാരം പഠിച്ചിട്ടുണ്ടാവും. ആംബിയർ സർക്യൂട്ട് ലോ ഏതാണ് ചാപ്റ്റർ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആംബിയർ സർക്യൂട്ടിൽ എന്താ പഠിപ്പിച്ചിട്ടുണ്ട്, അതായത് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും നിന്ന് ഒരു ക്ലോസ്ഡ് പാത്തിൽ നിന്നുണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ആംബിയർ സർക്യൂട്ട് ലോ നോക്കണേ, അക്കോർഡിംഗ് ടു ആംബിയർ സർക്യൂട്ട് ലോ മക്കളെ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് കറണ്ട് ആണ്, കറണ്ട് പാസിംഗ് ത്രൂ ദി കണ്ടക്ടർ. ഓക്കെ, സോ ഹിയർ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഓരോ ക്ലോസ്ഡ് പാത്ത് എടുത്തെങ്കിൽ നോക്കുന്ന സമയത്തും അദ്ദേഹത്തിന് മനസ്സിലായത് ആംബിയർ സർക്യൂട്ടിലോ പറഞ്ഞ
ആംബിയർ എന്ത് ചെയ്യുന്നത്, ആംബിയർ സർക്യൂട്ട് ലോ പ്രകാരം പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത്, ശരിയാണെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പറയാണ് ചെയ്യുന്നത്. റെഡി? അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുക, ഓരോ നോക്കുക, ഓരോ പോയിന്റ് ബൈ പോയിന്റ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ക്ലോസ്ഡ് പാത്രത്തിൽ ഇങ്ങനെ ചെക്ക് നോക്കേ, ചെക്ക് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത്, ആ പ്ലേറ്റിന്റെ ഇടയിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഫീൽ ചെയ്തു. അതായത് ഇപ്പൊ നോർമൽ ലെവലിൽ മക്കൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്ന അവിടെ കണ്ടക്റ്റിംഗ് കറണ്ട് ഇല്ലല്ലേ. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ആംബിയർ സർക്യൂട്ടിലോ പ്രകാരം എന്ത് ചെയ്യുന്നത്, അവിടെ എന്ത് ചെയ്യുന്നത്, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എന്നാണ് ഈക്വൽ ടു 0 വരിക ചെയ്യേണ്ടത്. എന്നാൽ മക്കളെ അവിടെ എന്ത് ചെയ്യുന്ന ഇന്റഗ്രൽ ബി ഡോട്ട് ഡി ഈക്വൽ എന്നാണ് സംതിങ് കറന്റ് അവിടെ എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് കിട്ടി. നോക്കണേ, എക്സ്പീരിയൻസ് നോക്കണേ, ഇതൊക്കെ ഓക്കെ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നോർമലി എന്തെങ്കിലും കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ചുറ്റും മാഗ്നറ്റിക് ഉണ്ടാവുന്ന ആംബിയർ സർക്യൂട്ടിലെ പ്രകാരം അദ്ദേഹം ശരിവെച്ചു. എന്നാൽ അദ്ദേഹം നോക്കി ഈ ഒരു സെഷനിലേക്ക് നോക്കുന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ആംബിയർ സർക്യൂട്ടിലോ പ്രകാരം എന്ത് ചെയ്യുന്നു നോക്കുകയാണെങ്കിൽ നിന്ന് അവിടെ ഈ ഒരു ഏരിയക്ക് എത്തുന്ന സമയത്ത് ഓഫ് കോഴ്സ് എന്തായാലും ഇവിടെ ഇന്റഗ്രൽ ബി ഡോട്ട് 0 വരാ ചെയ്യേണ്ടത്. കാരണം ഇവിടെ കറണ്ട് ഇല്ലല്ലോ, കണ്ടക്റ്റിംഗ് കറണ്ട് ഇല്ലല്ലോ. മനസ്സിലായോ? യെസ്. അപ്പം എന്ത് ചെയ്യുന്നത്, 0 വരാ ചെയ്യേണ്ടത്. എന്നാൽ മക്കളെ ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന് നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ അവിടെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവിടെ എന്തോ ഒരു കറണ്ട് ഉള്ളത് പോലെ അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, അതേ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് 0 ആവുന്നില്ല, ഇവിടെ എന്തോ ഒരു കറണ്ട് ഉണ്ടെന്ന് മനസ്സിലായി. സോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കേട്ടോ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ആംബിയർ സർക്യൂട്ടിലോ തെറ്റല്ല, ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് സംതിങ് ഇസ് മിസ്സിങ് ഇൻ ദി ആംബിയർ സർക്യൂട്ടിലോ, എന്തോ ഒരു മിസ്സിങ് അവിടെ നടന്നത് മനസ്സിലായി. ആംബിയർ സർക്യൂട്ടിൽ സത്യം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നോക്കി ആംബിയർ സർക്യൂട്ടിൽ തെറ്റാന്ന് പറഞ്ഞില്ല, അദ്ദേഹം എന്താ പറഞ്ഞാൽ സംതിങ് ഇസ് മിസ്സിങ് ഇൻ ദാറ്റ് ആംബിയർ സർക്യൂട്ടിലോ എന്ന് പറഞ്ഞു. ഓക്കെ, സംതിങ് ഇസ് മിസ്സിങ് ഇൻ ദാറ്റ് ആംബിയർ സർക്യൂട്ട് ലോ എന്ന് പറഞ്ഞു. മനസ്സിലാവുണ്ടോ? സോ അവിടെ അപ്പൊ നോക്കിക്കേ, അവിടെ എന്താ സംതിങ് ഇസ് മിസ്സിങ് എന്നാ നോക്കി, ഇതിനുള്ളിൽ കറണ്ട് ഉണ്ട് പക്ഷെ കണ്ടക്റ്റിംഗ് കറണ്ട് അല്ല. ഇതിനുള്ളിൽ കറണ്ട് ഉണ്ട് പക്ഷെ എന്ത് ചെയ്യുന്ന കണ്ടക്റ്റിംഗ് കറണ്ട് അല്ല. പിന്നെ മക്കളെ എന്താണ്, അതാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്, അതാണ് എന്ത് ചെയ്യുന്നത് മാക്സ്വെൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ മക്കൾ ശ്രദ്ധിക്കുക, ഇതിനുള്ളിൽ കണ്ടക്റ്റിംഗ് കറണ്ട് കാരണം മക്കളെ ശ്രദ്ധിക്കുക എന്ത് ചെയ്യുന്നത് അവിടെ എന്ത് ചെയ്യുന്നത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്നാൽ മക്കളെ ഇലക്ട്രിക് ഫ്ലെക്സ് അതിൻ്റെ ആ കപ്പാസിറ്റി ഉള്ളിൽ മക്കൾ എന്ത് ചെയ്യുന്നത് ചാർജ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ചാർജ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് അവിടെ വേരിയേഷൻ ഉണ്ടാവില്ലേ, അത് കാരണം മക്കൾ ശ്രദ്ധിക്കുക ഇലക്ട്രിക് ഫ്ലെക്സ് അവിടെ എന്ത് ചെയ്യുന്നത് വേരി ചെയ്യുന്നത്. ആ ഇലക്ട്രിക് ഫ്ലെക്സ് കാരണം മക്കൾ ശ്രദ്ധിക്കുക ഇതിനുള്ളിൽ എന്ത് ചെയ്യുന്നത് ഒരു കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ആ കറണ്ടിനെ പറഞ്ഞ പേരാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയും. ആ കറണ്ട് പറഞ്ഞ പേരാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. പേടിക്കണ്ടോ, ഞാൻ നമുക്ക് എന്ത് ചെയ്യുന്ന അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ മക്കളെ ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദി കറണ്ട് due to the variation of electric flux. ഇലക്ട്രിക് ഫ്ലക്സിന്റെ വേരിയേഷൻ കാരണം, ഇലക്ട്രിക് ഫ്ലക്സ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇലക്ട്രിക് ഫ്ലക്സിന്റെ വേരിയേഷൻ കാരണം മക്കളെ ശ്രദ്ധിക്കുക എന്ത് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ആണെന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഓക്കെ, നേരത്തെ മാക്സ് പറഞ്ഞു വെച്ചാൽ സംതിങ് മിസ്സിംഗ് ഇൻ ആംബിയർ സർക്യൂട്ടിലോ അല്ലേ. സോ ഹിയർ അദ്ദേഹം എന്താ പറഞ്ഞു വെച്ചാൽ നോക്കെ മാക്സിമം എന്താ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 I n ആണ്. പക്ഷേ ഇവിടെ I എന്ന് പറഞ്ഞ ഈ ഒരു കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ അറിയോ IC പ്ലസ് ID ആണ്. ആംബിയർ നിന്ന് ടോട്ടൽ കറണ്ട് നിങ്ങൾ കൊടുത്തു പോയില്ലേ, പക്ഷേ മാക്സിമം എന്താ പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു കണ്ടക്റ്റിംഗ് കറണ്ട്, അതായത് വയറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കണ്ടക്റ്റിംഗ് കറണ്ട് IC പ്ലസ് ID ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുക, അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ മാക്സിമം എന്താ വെച്ചാൽ ഈ ഒരു ഇക്വേഷനെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ദർഫോർ എന്താണ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ എന്താണ് μ0 ഇൻറ്റു എന്താണ് IC പ്ലസ് ID എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, റെഡി? ഇതിനെ മക്കളെ ശ്രദ്ധിക്കുക, അദ്ദേഹം വിളിച്ചു എന്ത് ചെയ്യുന്ന മോഡിഫൈഡ് ആംബിയർ സർക്യൂട്ട് ലോ എന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തു അല്ലേ. സോ അതിന് എന്ത് ചെയ്യുന്നത് മോഡിഫൈഡ് ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറഞ്ഞു. ഓർ ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ എന്നും വിളിച്ചു. റെഡി? ക്ലിയർ? ആംബിയർ
മാക്സ്വെൽ ഇക്വേഷൻ എന്നും വിളിച്ചു. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇനി മക്കളെ നമ്മൾ എന്ത് നെക്സ്റ്റ് ആണ് നമ്മൾ എന്ത് കാണാൻ വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വാല്യൂ കാണാൻ പോകുന്നത്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്തെന്ന് വാല്യൂ ആണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. സോ ഹിയർ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വാല്യൂ കാണാൻ പോകണേ. കറക്റ്റ് ചോദിച്ചു, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണ് വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ വേരിയേഷൻ കാരണം എന്ത് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അല്ലേ. കറക്റ്റ് അത് കാണിച്ചു തരും ചെയ്യാം. ഓക്കെ, സോ ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ്, the magnitude of electric fields between the plates, between the plate of capacitor. Okay, between the plates of capacitor എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും മക്കളെ. എന്ത് പറയാൻ പറ്റും? E is equal to sigma by epsilon 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, നിങ്ങൾ പഠിച്ച പാരബോളിക് കപ്പാസിറ്ററിന്റെ കേസ് നമ്മൾ പഠിച്ച എവിടെ പഠിച്ചറിയോ? നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ് ചാപ്റ്റർ നമ്പർ 2 അവിടെ പഠിച്ചാ. ഓക്കെ, സോ ഹിയർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ E is equal എന്ന് അറിയോ? സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. അല്ല കാരണല്ലേ? സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. സോ സിഗ്മ ഈസ് ഈക്വൽ മക്കൾ എന്താണ്? ക്യൂ ബൈ എ. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താണ്? ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. സോ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. മക്കളെ ഇക്വേഷൻ നമ്പർ 2ന്റെ വാല്യൂ നേരെ എങ്ങോട്ട് കൊടുക്കുക? ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഹിയർ എന്ത് വരും? therefore E is equal to മക്കളെ സിഗ്മന്റെ വാല്യൂ കൊടുത്തോ? സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് സിഗ്മ. സോ ദാറ്റ് ഈസ് ഈക്വൽ ക്യൂ ബൈ എ ഇവിടെ കൊടുത്തു. അപ്പം എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ എപ്സിലോൺ 0 എന്ന് വരും. റെഡി? ക്ലിയർ? യെസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ കിട്ടി. ഇവിടെ ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ കിട്ടി. ഇനി മക്കൾ ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും? അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും? ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈ ഈസ് ഈക്വൽ എന്ന് പറയും ഇ ഡോട്ട് എ ആണ്. ഫൈ ഈസ് ഈക്വൽ എന്നാണ് ഇ ഡോട്ട് എ ആണ്. മക്കളെ ഇന്റെ വാല്യൂ ഇവിടെ കൊടുത്തോ. therefore എന്താണ്? ഫൈ ഈസ് ഈക്വൽ ടു ഇ എന്താണ്? ക്യൂ ബൈ എ എപ്സിലോൺ 0 ഇൻറ്റു എ. എ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി എന്ത് കിട്ടി? യെസ്, therefore ഫൈ ഈസ് ഈക്വൽ എന്നാണ് ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടി. റെഡി? ക്ലിയർ? മക്കളെ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ എന്താ വെച്ചാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകണം ഓൺ ബോത്ത് സൈഡ് with respect to phi. നോക്കിക്കോ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകണം with respect to phi. So here differentiate, sorry, not with respect to phi, with respect to time. Okay, so differentiating on both side with respect to എന്താണ്? ടൈം. with respect to time. മക്കൾ അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്ക്. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ഡി ബൈ ഡി ടി ഓഫ് അല്ലേ? ഡി ബൈ ഡി ടി ഓഫ് എന്താണ്? ഫ്ലെക്സ് ഫൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് ക്യൂ ബൈ എപ്സിലോൺ 0. മക്കളെ ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് ക്യൂ ബൈ എപ്സിലോൺ 0 അതിൽ 1 ബൈ എപ്സിലോൺ 0 എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? അപ്പോൾ അദ്ദേഹം പുറത്തെടുത്തു. സോ അങ്ങനെ പുറത്തെടുക്കുന്ന സമയത്ത് ഹിയർ എന്ത് വരും നോക്കി? therefore ഡി ഫൈ ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഇവിടെ ഡി ക്യൂ ബൈ ഡി ടി എന്ന് മാത്രം വരും. മക്കളെ ഈ ഡി ക്യൂ ബൈ ഡി ടി എന്താണ്? ചാർജ് അല്ലേ? ചേഞ്ച് ഇൻ ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണ് മക്കൾ എന്ത്? കറണ്ട് എന്ന് പറയുന്നത്. അതാണ് മക്കൾ എന്ത് ചെയ്യുന്നത്? കറന്റ് അഥവാ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുന്നത്. therefore നമുക്ക് പറയാൻ പറ്റും ഹിയർ ഡി ഫൈ ബൈ ഡി ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ എന്താണ്? 1 ബൈ എപ്സിലോൺ 0 ഇൻറ്റു എന്താണ്? ഐ ടി എന്ന് കിട്ടി. റെഡി? സോ ഫ്രോം ദിസ് നോക്കിക്കേ, ഫ്രോം ദിസ് കോൺസെപ്റ്റ് കേട്ടോ. ഡി ഫൈ ബൈ ഡി ടി ഫ്ലക്സിന്റെ വേരിയേഷൻ കാരണം എന്ത് ചെയ്യുന്നു? അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ഡിസ്പ്ലേസ്മെന്റ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഫ്രോം ദിസ് നോക്ക്, ഐ ഡി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഐ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കൾ ഇത് ഇങ്ങോട്ട് എടുത്തു. അപ്പം എന്ത് വരും? എപ്സിലോൺ 0 ഇൻറ്റു എന്താണ്? ഡി ഫൈ ബൈ ഡി ടി എന്ന് വരും. റെഡി? ഹിയർ കംസ് ദി ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. റെഡി? ക്ലിയർ? ആൻഡ് ഹിയർ ഞാൻ പറഞ്ഞു നോക്ക്, അക്കോർഡിംഗ് ടു എന്താണ്? മോഡിഫൈഡ് ആംബിയർ സർക്യൂട്ടിലെ പ്രകാരം ഞാൻ integral b dot dl is equal to maximum നടത്തിയ മോഡിഫിക്കേഷൻ പ്രകാരം നിന്ന് that is equal to mu 0 into ic plus id അല്ലേ?
മക്കളെ വാല്യൂ കൊടുത്തു, ഐഡിയുടെ വാല്യൂ കൊടുത്തു. Therefore integral v dot dn is equal to mu 0 into എന്താണ് IC plus epsilon 0 into എന്താണ് d5 by dt എന്ന് വരും. Ready? Clear? ഇതാണ് മക്കളെ എന്ത് the modified Ampere circuit law or എന്താണ് മാക്സ്വെൽ ആംപിയർ അല്ലെങ്കിൽ ആംപിയർ മാക്സ്വെൽ ഇക്വേഷൻ പറയുന്നത് കുഴപ്പമില്ല കേട്ടോ. മാക്സ്വെൽ ആംപിയർ ഇക്വേഷൻ എന്ന് പറയും. ഒന്നില്ല മക്കളെ, അദ്ദേഹം ചെറിയ മോഡിഫിക്കേഷൻ എഴുതിയിട്ട് സത്യമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിലാക്കി അത്രേ ഉള്ളൂ, മാക്സ്വെൽ ആംപിയർ ഇക്വേഷൻ എന്ന് പറയും. റെഡി? ക്ലിയർ? യെസ്. സോ മക്കളെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് സെക്ഷൻ നല്ല വൃത്തിയായിട്ട് നമ്മൾ നിന്ന് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സ്വെൽ ഇക്വേഷൻസ് ആണ്. മാക്സ്വെൽ ഇക്വേഷൻസ്. ഈ മാക്സ്വെൽ ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അദ്ദേഹത്തിന് പുതിയ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തെന്ന് വിചാരിക്കണം കേട്ടോ. സത്യം പറഞ്ഞെങ്കിൽ ഇതിങ്ങനെ പറയാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു സഞ്ചരിച്ച വഴികളാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ഇക്വേഷൻസ് ആയി എഴുതിയിരിക്കുന്നത്. അതൊന്നുമില്ല, അതേ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കുറെ സ്റ്റഡി നടത്തിയില്ലേ, ആ നടത്തിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം നിന്ന് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആക്കി എഴുതി വെച്ചിട്ടുള്ളൂ. ഓക്കെ, പല ആൾക്കാർ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അതെന്തെന്ന് അദ്ദേഹം സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആക്കി എഴുതിയിട്ട് മാക്സ്വെൽ ഇക്വേഷൻസ് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബ്ലൂ ഷെയ്ഡ് നിങ്ങൾക്ക് നിന്ന് ആ സാധനം കാണാൻ പറ്റും. വലിയ സംഭവം ഇല്ല, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചു. ഓക്കെ, സോ അദ്ദേഹം ആദ്യം പഠിച്ച ഇലക്ട്രിക് ഫീൽഡ് ദി ക്ലോസ്ഡ് സർഫസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഓർ ദി ക്ലോസ് സർഫസ് അദ്ദേഹം ഫസ്റ്റ് പഠിച്ചത്. ഓക്കെ, സോ ഹിയർ ദി ഫസ്റ്റ് ഇക്വേഷൻ ഇന്റഗ്രൽ E dot ds that is equal എന്നറിയോ q by epsilon c. നമ്മൾ പഠിച്ച ഇക്വേഷനാ. അതായത് the total electric field over the closed surface എന്ന് പറഞ്ഞത് 1 by epsilon 0 times the net charge എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, ഏത് പ്രകാരം മക്കളെ നിങ്ങൾ പഠിച്ച പോലെ തന്നെ Gauss's theorem for electrostatics. ഈ ഗോസസ് ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഗോസസ് ഉണ്ടാക്കിയിരിക്കുന്ന തിയറി ഇല്ല, ആ തിയറി വെച്ചാൽ അദ്ദേഹം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ശരിയാണെന്ന് മനസ്സിലായി. സോ അദ്ദേഹം നിന്ന് ആ ഫസ്റ്റ് സെറ്റ് ആയിട്ട് ഇക്വേഷൻ ആയിട്ട് അത് എഴുതി വെച്ചു. ഓക്കെ, റെഡി? ദെൻ അപ്പം ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് ക്ലോസ് സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് നിന്ന് ഫുൾ സ്റ്റഡി ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പറ്റി. ഇനി നെക്സ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം നിന്ന് മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ടാണ് നോക്കുന്നത് കേട്ടോ. ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി ക്ലോസ് സർഫസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി ക്ലോസ് സർഫസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് മനസ്സിലായി. ഓക്കെ, ക്ലിയർ? അത് ആരുടെ തിയറം ആയിരുന്നു? അത് Gauss's theorem for magnetism. Ready? Clear? So Gauss theorem magnetism Gauss's theorem ഈ ചാപ്റ്ററിന് ഓർമ്മയുണ്ട്, ചാപ്റ്റർ ഓർമ്മയുണ്ടോ? മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിലുള്ള ഒരു സെക്ഷൻ ആണ് അല്ലേ? സോ അത് പ്രകാരം ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓർ ദി ക്ലോസ് സർഫസ് എന്നാണ്, അതുപോലെ നെറ്റ് ഫ്ലക്സ് എന്നാണ് 0 എന്ന് മനസ്സിലായി. റെഡി? സോ മാഗ്നറ്റിക് ഫീൽഡ് ഓർ ദി ക്ലോസ് സർഫസുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് ഡീറ്റെയിൽസ് ചെയ്ത് ഒന്നില്ല മക്കളെ, ഞാൻ വീണ്ടും പറയാട്ടോ. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ സ്റ്റഡീസ് അദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇക്വേഷനിലെല്ലാം എഴുതിച്ചുള്ളൂ. പല ആൾക്കാർ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിച്ചുള്ളൂ. ഓക്കെ, ദെൻ തേർഡ് വൺ ശ്രദ്ധിക്കുക. അദ്ദേഹം മക്കളെ ശ്രദ്ധിക്കുക. തേർഡ് വൺ എന്താ കണ്ടുപിടിക്കുക വെച്ചാൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഓർ ദി ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത് that is equal to rate of change of flux എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, ഏത് ലോ പ്രകാരം? നമ്മുടെ ഫാരഡേസ് ലോ പ്രകാരം അല്ലേ? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം the total electric field over the closed path എന്ന് പറയുന്നത് the rate of change of ഫ്ലക്സിന്റെ ചേഞ്ച് കാരണമാണ് അവിടെ നിന്ന് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതന്നെയല്ലേ? അത് മക്കൾ അദ്ദേഹത്തിൽ നിന്ന് മാക്സ്വെല്ലിന് മനസ്സിലായി. റെഡി? ദെൻ ഫൈനലി മക്കൾ എന്ത് ചെയ്യുന്നത് the total magnetic field over the closed path എടുത്ത സമയത്താണ് അദ്ദേഹം മക്കളെ ശ്രദ്ധിക്കുക ഒരു തിരുത്തൽ നടത്തിയത്. According to Ampere's circuit പ്രകാരം the total magnetic field over the closed pathുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്റ്റഡി നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് that is equal to mu 0 into I അല്ല, that is equal to mu 0 into IC plus epsilon 0 into d5 by dt ആണ് അദ്ദേഹത്തിന് മനസ്സിലായത്. റെഡി? ക്ലിയർ? ആൻഡ് അദ്ദേഹം അതിന്റെ പേര് കൊടുത്തതാണ്, എന്താ പേര് കൊടുത്തത്? ആംപിയർ മാക്സ്വെൽ ഇക്വേഷൻ അല്ലെങ്കിൽ മാക്സ്വെൽ ആംപിയർ ഇക്വേഷൻ എന്നും പേര് കൊടുത്തു അല്ലേ?
അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫൈഡ് എന്താണ് ആംബിയർ സർക്യൂട്ട് ലോ എന്നും പറഞ്ഞു. റെഡി മക്കളെ, ഇത്രയും ഇക്വേഷൻസിലൂടെ അദ്ദേഹം പോകുന്നത് ആ സെറ്റ് ഓഫ് എന്താണ് ഫുൾ സെഷനിലൂടെ അദ്ദേഹം നിന്ന് പാസ് ചെയ്ത് പോവാ ചെയ്യുന്നത്, അദ്ദേഹം പഠിച്ചു പോയത്. അങ്ങനെ പഠിച്ചു പോകുമ്പോഴാണ് അദ്ദേഹത്തിന് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട ഫുൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായത്. ഓക്കെ, അങ്ങനെ ഡീറ്റെയിൽ ആയി മനസ്സിലായതിനു ശേഷം മക്കൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഇക്വേഷൻ ഫ്രം ദിസ് മാക്സിമം ഇക്വേഷൻ നിന്ന് മക്കളെ ശ്രദ്ധിക്കുക, അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഹൈപ്പോത്തറ്റിക്കലി എന്ത് ചെയ്യുന്നത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ദ പോസിബിലിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതായത് ഈ ഒരു ഇക്വേഷൻസ് സെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ ആലോചിക്കരുത് കേട്ടോ, ആ ഇക്വേഷൻ നോക്കി ഇങ്ങനെ മനസ്സിലാക്കി വിചാരിക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയിട്ട് ഫ്രം ദിസ് മാക്സിമം ഇക്വേഷൻസ് എന്ന് മക്കൾ ശ്രദ്ധിക്കുക, അദ്ദേഹം എന്താ ചെയ്യുന്നത് ഹി പ്രെഡിക്റ്റഡ് the possibility of EM waves hypothetically. അതായത് ആ EM waves എന്ന് പറയുന്ന ആ ഒരു എന്തെയ്യുന്ന വേവിനെ പറ്റി എന്തെയ്യുന്ന ആ ഒരു സങ്കല്പം മക്കളെ പ്രവചിക്കുക ചെയ്തിരിക്കുന്നത് ആര്? മാക്സ്വെൽ. അതിന് പ്രവചിക്കാൻ കാരണം എന്താ അറിയോ? ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഒരുപാട് സ്റ്റഡി നടത്തിയ സമയത്ത് മക്കളെ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവിന് കുറെ യുണീക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടി അദ്ദേഹത്തിന് കാണപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ആ ഒരു പോസിബിലിറ്റിയെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അത് മറ്റുള്ള വേവ്സുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് യുണീക്ക് ആയിട്ട് പ്രോപ്പർട്ടീസ് കിട്ടി ആണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. റെഡി? ക്ലിയർ? യെസ്. സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് EM waves ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് EM waves. വലിയ പണിയില്ല, സുഖമായി പിടിക്കാൻ പറ്റേ. ഞാൻ പറഞ്ഞ മറ്റുള്ള വേവ്സുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇതിനുള്ള മാറ്റങ്ങൾ എന്നാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ പ്രോപ്പർട്ടീസ് ഓഫ് EM waves നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. എന്താ? ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ ആണ്. ഓക്കെ, അതേപോലെ ശ്രദ്ധിക്കുക, അതിന്റെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും രണ്ട് മക്കളെ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ വേവ്സ് അങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ നിന്ന് വേവ്സ് ഈ ഒരു രീതിയിൽ വരാം. ഈ ഒരു തമ്മിൽ എപ്പോഴും എന്തായിരിക്കും? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഹിയർ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ mutually perpendicular. Mutually perpendicular. Ready? Clear? Then മക്കളെ നെക്സ്റ്റ് വൺ, അതായത് ഏറ്റവും വലിയ എന്തെങ്കിലും മക്കൾ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു ഇത് പറയാൻ പറ്റും, പ്രോപ്പർട്ടി പറയാൻ പറ്റും. ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് മക്കളെ ഇറ്റ് ഡു നോട്ട് റിക്വയർ എനി മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. അത് മക്കൾ സഞ്ചരിക്കാൻ വേണ്ടി, ഇലക്ട്രോമാഗ്നറ്റിക് സഞ്ചരിക്കാൻ വേണ്ടി മക്കൾ പ്രത്യേകമായിട്ട് ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. അത് വലിയ സംഭവമാണ്, ഭയങ്കര വലിയ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്. കാരണം ആ ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ISRO NASA ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. കാരണം അറിയാമല്ലോ നിങ്ങൾക്ക് ISRO NASA ഒക്കെ എന്താണ്, നമ്മൾ മാർസിലേക്ക് ജൂപ്പിറ്റർ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എന്തെയ്യുന്ന ചൊവ്വയിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ പോകുന്ന സമയത്തൊക്കെ കറക്റ്റ് അതിന്റെ ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ ചെയ്യുന്നല്ലേ അല്ലേ? ഒക്കെ നിരീക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഇൻഫോർമേഷൻ നിന്ന് പാസ് ചെയ്യുന്ന ആരാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പൊ ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ത് ചെയ്യുന്ന ആ വാക്വത്തിലൂടെ അല്ലെങ്കിൽ സ്പേസിലൂടെ എന്ത് ചെയ്യുന്ന അത് സഞ്ചരിക്കാൻ പറ്റും എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുന്നത്. സത്യം പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യുന്നത് ഇത്രയും വലിയ എന്ത് ചെയ്യുന്നത് വലിയ ഈ നമ്മളെ ഞാൻ പറഞ്ഞ NASA ISRO ലെവലിലുള്ള വലിയ കാര്യത്തിനൊക്കെ എന്ത് ചെയ്യുന്നത് ഏറ്റവും വലിയ ബേസിക് ആയിട്ട് ഉള്ള കാര്യമായി മാറുന്നു. റെഡി? സോ ഹിയർ നോ മീഡിയം required for propagation. മനസ്സിലാണോ നോക്കിട്ട്? അതായത് മീഡിയം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് മീഡിയത്തിന്റെ ആവശ്യമില്ല, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയത്തിന്റെ ആവശ്യമില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇപ്പൊ ചൊവ്വയിലേക്ക് നമ്മൾ അതേപോലെ എന്ത് ചെയ്യുന്നത് നമ്മൾ മാർസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് പറഞ്ഞയക്കുന്ന സമയത്ത് നമ്മൾ സാറ്റലൈറ്റ്സ് പറഞ്ഞയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കറക്റ്റ് എന്ത് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യുന്ന ഇൻഫർമേഷൻ കിട്ടുന്നത്. അല്ലെങ്കിൽ കിട്ടും ഇല്ല, സ്പേസിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നത് അവിടെ മീഡിയ ആവശ്യമുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നത് ഇവിടെ നിന്ന് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവില്ല. Ready? Clear? Yes. Then the next point എന്ന് വെച്ചാൽ മക്കളെ ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് മക്കളെ ട്രാവൽ ചെയ്യും മക്കളെ ഇൻ എ സ്പേസ് വിത്ത് എ സ്പീഡ് ഓഫ് ലൈറ്റിന്റെ സ്പീഡ് അതേ സ്പീഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ നിന്ന് EM waves ട്രാവൽ ചെയ്യാം എവിടെ? സ്പേസിൽ. സോ
it travels in space with the speed of what? Speed of light. Okay, speed of light. 3 into 10 raised to 8 meter per second speed ആണ് space ഉള്ളത് travel ചെയ്യുന്ന speed. Okay, and here the speed of light equation C is equal to 1 by root of mu 0 into F(0). Ready? What is it? Well, mu 0 എന്താണ്? Magnetic permeability ആണ്. വാല്യൂ എത്രയാണ്? ഞാൻ പഠിച്ചെന്നാ 4 pi into 10 raised to minus ആണ് വരുന്നത്. F(0) എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് പെർമിറ്റിവിറ്റി ആണ്. മക്കളുടെ വാല്യൂ വരുന്നത് 8.85 into 10 raised to minus 12 ആണ് വരുന്നത്. Ready? Clear? Yes. ഇനി അതിന്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പോകുന്ന സമയത്ത് ഒന്നില്ല മക്കളെ C is equal to velocity of light that is equal to E0 by B0 ആണോ? E0 by B0 വരുന്നത്. അപ്പോൾ E0 എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അത് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിക് ചാപ്റ്റർ പഠിച്ചത്. നമ്മൾ ഇത് ശരിക്കും പ്രൂവ് ചെയ്യേണ്ട ഇക്വേഷൻ E by B അതല്ലാതെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് E, മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് B. അതാണ് E0 B0 എന്ന് കൊടുക്കുന്നുള്ളൂ. ഓക്കേ, ആൻഡ് ഹിയർ B0 എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് magnetic field. Ready? Clear? Yes. And the last point the electromagnetic waves producing it is produced by accelerated charged particle. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ നിന്ന് ആക്സിലേറ്റ് ചെയ്യുന്നത് കാരണമാണ് മക്കളെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവിടെ EM വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കും. സോ ഇത്രയും ഇതൊക്കെ മക്കൾ ഇതൊക്കെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ആണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ. അപ്പൊ ഇങ്ങനത്തെ കുറെ പ്രോപ്പർട്ടീസ് നിന്ന് അദ്ദേഹം മാക്സ്വെൽ കണ്ടതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു വേവ് ഉണ്ടെന്ന് അദ്ദേഹം നിന്ന് പ്രവചിക്കുന്നത്. ഓക്കെ, ബാക്കി നിന്ന് ആ പ്രവചിച്ച കാര്യം നിന്ന് എക്സ്പെരിമെന്റിൽ നിന്ന് അത് ചെയ്തു നോക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഹെർട്സ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഹെഡിങ് എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് EM വേവ്സ് ആണ് പറയാനുള്ളത്.